ശുദ്ധമാക്കി വച്ചിട്ട് ശുദ്ധവൃത്തി വരുത്തി പരിശുദ്ധ നാമങ്ങളെ സ്തുതിക്കുമ്പോൾ പരമാത്മാവ് അനുഗ്രഹിക്കും. അപ്പോൾ ഹൃദയം ശുദ്ധിയിലാണ് പരമഗുരുവിൻ്റെ തിരുവെഴുന്നള്ളത്തുണ്ടാകുന്നത്. ഹൃദയം ശുദ്ധമാക്കാൻ വേണ്ടിയുള്ളതാണ് കലിയുഗത്തിൽ ഭഗവാൻ പ്രത്യക്ഷമായി നിന്ന് അവതരിപ്പിച്ചിട്ടുള്ള ജ്ഞാനമാർഗങ്ങളും കർമ്മമാർഗങ്ങളും. ഈ ലോകത്തിൽ തിരോധാരമായി സർവശക്തി നമ്മൾക്കായി അവതരിപ്പിച്ചു തന്നിരിക്കുന്ന സർവജ്ഞാനം, ബ്രഹ്മജ്ഞാനം, ആ ജ്ഞാനത്തെ നമ്മളിൽ ശക്തിയോടെയും ജീവനോടെയും ചൈതന്യത്തോടെയും നിലനിർത്തി അതിനെ നമ്മുടെ ആത്മാവ് കൊണ്ട് സ്വീകരിച്ച് കർമ്മത്തിലൂടെ അനുഭവമാക്കി എടുക്കുവാനുള്ള ആത്മശക്തിയും ചൈതന്യവും നമ്മളിൽ നിലനിർത്തുവാൻ അല്ലെങ്കിൽ സംഭരിക്കുവാൻ നമുക്കായി തന്നിരിക്കുന്ന നിയമവഴികൾ, ആചാര വഴികൾ, ആ നിയമമാർഗത്തിലൂടെ അതുകൊണ്ട് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. മദ്യപാനം, വ്യഭിചാരം, പരദ്രോഹ, ഹിംസ, വിഗ്രഹാരാധന, 5 മഹാപാപങ്ങൾ ഒഴിയണം. എന്തിന്? ആന്തരികവും ബാഹ്യവുമായ ശുദ്ധിക്ക് വേണ്ടിയാണ്. പ്രത്യക്ഷത്തിൽ 5 ശുദ്ധി വഴികളെ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലൂടെ പരിപാലിക്കണം. കുടുംബശുദ്ധി, ശരീരശുദ്ധി, ചിന്താശുദ്ധി, ആന്തരിക ശുദ്ധി, ആത്മശുദ്ധി. 5 ശുദ്ധികളെ പരിപാലിക്കണം. ക്ഷമിക്കുക, സഹിക്കുക, അനുസരിക്കുക, ഭയപ്പെടുക, ദൈവത്തിന് കീഴ്പ്പെടുക എന്ന 5 ഗുണങ്ങളെ പ്രകാശിപ്പിച്ച് ജീവിക്കണം. ഇതിൻ്റെ എല്ലാം ഉദ്ദേശ്യം എന്താണ്? 3 നാൾ വിശുദ്ധ വ്രതം അനുഷ്ഠിക്കണം, 4 നാൾ ആചാര ജീവിതം ചെയ്യണം. ആചരിക്കേണ്ടത് എന്തിനെയാണ്? അറിവിനെയാണ്. ആദ്യന്തം സൽഗുരുവാദത്തിൽ വന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ഈ ആദർശത്തെ സ്വീകരിച്ചിരിക്കുന്ന ആത്മാക്കൾ മരണക്കിടക്ക വരെ ഈ അറിവിനെ ആചരിക്കാം, പരിപാലിക്കാം എന്നാണ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. വെള്ളി, ശനി, ഞായർ മാത്രം സത്യജീവിതം, ഗുരുവിന് ഇഷ്ടപ്പെട്ട ജീവിതം, ബാക്കി 4 ദിവസം അറിവുകേടിൻ്റെ ജീവിതം എന്നല്ല. 4 നാൾ ആചാര ജീവിതം ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ നിലനിൽക്കുന്ന ആത്മാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ 4 ദിനങ്ങളിൽ ബ്രഹ്മചര്യം ഒഴിവാക്കി കൊടുത്തിരിക്കുന്നു. പക്ഷേ അതും ഗുരുവിൻ്റെ നിയമത്തിനും ഗുരുവിൻ്റെ അറിവിനും ആചാര വഴികൾക്കും അനുസൃതമായ നിലയിൽ ആചാര ജീവിതം ചെയ്തുകൊണ്ട് വേണം ജീവിക്കാൻ. ഗുരുവിൻ്റെ സത്യത്തെ വിടാൻ പാടില്ല, ഗുരുവിൻ്റെ ധർമ്മത്തെ വിടാൻ പാടില്ല, ഗുരു കൽപ്പനകളെ ഉപേക്ഷിക്കാൻ പാടില്ല. അങ്ങനെ ഗുരുവിൻ്റെ അറിവിനെ അഥവാ ഈ സത്യമാർഗത്തെ നിരന്തരമായി നിലനിർത്തിക്കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ മരണക്കിടക്ക വരെയും നമ്മൾ ഗുരുവിൻ്റെ അറിവിനെ ആചരിച്ച് ജീവിക്കുന്ന ആചാര ജീവികളാണ്. നമ്മൾ ആചാര ജീവിതം ചെയ്യുന്നവരാണ്, ആചാര ജീവിതം ചെയ്യേണ്ടവരാണ്. എന്തിനെയാണ് ആചരിക്കുന്നത്? ഗുരുവിൻ്റെ അറിവിനെ. അറിവേ ആചാരം, അതിലൂടെ വിശുദ്ധി, അതിലൂടെ ആരാധന, അതിലൂടെ ആശ്വാസം, അതിലൂടെ ആനന്ദം, അതിലൂടെ നാമസങ്കീർത്തനം. അങ്ങനെ ഗുരുവിൻ്റെ അറിവിനെ നമ്മളിലേക്ക് സ്ഥാപിച്ചു. ആ അറിവിനെ മരണക്കിടക്ക വരെയും ആചരിച്ച് ജീവിക്കാം എന്നാണ് നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. ആ ആചാര്യ ജീവിത വഴിമധ്യേ വെള്ളി, ശനി, ഞായർ 3 ദിനങ്ങളിൽ വിശുദ്ധ വ്രത അനുഷ്ഠാനം, ഗുരുവിൻ്റെ നിർമ്മലമാകുന്ന ജ്ഞാനങ്ങളെ ബന്ധിച്ച് ചിന്തിച്ച് കർമ്മിച്ച് അനുഭവിച്ച് ബ്രഹ്മചര്യത്തോടുകൂടി 3 ദിനങ്ങൾ കഴിയുക. എന്തിനാണ് വെള്ളി, ശനി, ഞായർ 3 ദിനങ്ങളിൽ ബ്രഹ്മചര്യ വ്രതത്തെ ഉൾപ്പെടുന്ന വിശുദ്ധ വ്രതത്തെ ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നത്? നമ്മുടെ ആന്തരികമായ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയശുദ്ധിക്ക് വേണ്ടി. എന്തിനാണ് അപ്രകാരം ഒരു നിയമം ദൈവം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാസ്സാക്കിയിരിക്കുന്നത്? 1064-ാം ആണ്ട് വൃശ്ചികമാസം 3, 4, 5 വെള്ളി, ശനി, ഞായർ എന്നീ 3 ദിനങ്ങളിലാണ് ഭഗവാന്റെ 7ാം തിരുവയസ്സിൽ മഹാദിവ്യദർശനം ഈ ലോകത്തിൽ പ്രത്യക്ഷീഭവിക്കുന്നത്. ആത്മതത്വം എന്തെന്ന്, പരമാത്മതത്വം എന്ത് എന്ന്, വിശ്വരൂപതത്വം എന്ത് എന്ന്, സർവത്തിൻ്റെയും അടിസ്ഥാന തത്വം എന്ത് എന്ന്, തൻ്റെ സ്വരൂപം എന്ത് എന്ന്, ആത്മാവിൻ്റെ രൂപം എന്ത് എന്ന്, എല്ലാം ഒന്നാണെന്ന തത്വം എന്തിനെ കൊണ്ടടങ്ങിയിരിക്കുന്നു എന്ന് പ്രപഞ്ചത്തിലാദ്യമായി ലോകത്തിലേക്ക് പ്രകാശിപ്പിച്ചത് ഭഗവാന്റെ 7ാം തിരുവയസ്സിൽ 1064-ാം ആണ്ട് വൃശ്ചികമാസം 3, 4, 5 തീയതികളിൽ
വെള്ളി, ശനി, ഞായർ എന്നീ ദിനങ്ങളിലാണ്. ആ പുണ്യദിനങ്ങളെ വിശുദ്ധ വ്രതങ്ങളാക്കി നമുക്ക് തന്നിരിക്കുന്നു. വെള്ളി, ശനി, ഞായർ 3 ദിനങ്ങൾ. എന്തിനാണ്? ഭഗവാന്റെ സ്വരൂപത്തെ തന്നെ ഒന്ന് പ്രത്യക്ഷമാക്കിയതാണ്. സ്വന്തം സ്വരൂപത്തെ ഒന്ന് പ്രത്യക്ഷമാക്കി, ഒന്ന് വെളിപ്പെടുത്തി ഈ പ്രപഞ്ചത്തിലേക്ക്. താൻ ആ സ്വരൂപം തന്നെയാണ്. പിന്നെ ആരിലാണ് ഈ ദർശനം ഉണ്ടാകേണ്ടത്? ശുഭാനന്ദ ദർശനം മർത്യജന്മങ്ങളിലാണ്, ഓരോരോ ആത്മാവിലുമാണ് ഈ മഹാദർശനം ഉണ്ടാകേണ്ടത്. ആ ദർശന സൗഭാഗ്യം ഓരോ മർത്യജന്മങ്ങളിലും ഓരോ ഹൃദയങ്ങളിലും അനുഭവമായി വരുവാൻ തക്ക വിധം ആത്മലോകത്തെ ഒരുക്കുവാൻ വേണ്ടിയാണ് മഹാതപസ് പോലെ വിശുദ്ധ വ്രതം ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലൂടെ നമുക്ക് നിയമം ചെയ്തു വന്നിരിക്കുന്നത്. അതൊരു തപസ്സാണ്. കൃത്യമായി അതിനൊരു സമയനിഷ്ഠയുണ്ട്. 24 യാമങ്ങൾ, 3 ദിനങ്ങൾ, 72 മണിക്കൂറുകൾ. 72 മണിക്കൂറുകൾ, 24 യാമങ്ങൾ, 3 ദിനങ്ങൾ. വെള്ളി, ശനി, ഞായർ. വെള്ളിയാഴ്ച ആദ്യ യാമം മുതൽ ഞായറാഴ്ച അവസാന യാമം വരെ. വെള്ളിയാഴ്ച ആദ്യ യാമം മുതൽ ഞായറാഴ്ച അവസാന യാമം വരെ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ 6 മണി മുതൽ തിങ്കളാഴ്ച പ്രഭാതത്തിൽ 6 മണി വരെ. അവിടെയാണ് ഞായറാഴ്ച അവസാന യാമം. ഞായറാഴ്ചയുടെ അവസാന യാമം അവിടെയാണ്. ആത്മബോധോദയ സംഘത്തിൻ്റെ നിയമപ്രകാരം ഒരു ദിനത്തിൻ്റെ 1-ാം യാമം ആരംഭിക്കുന്നത് പ്രഭാതത്തിൽ 6 മണിക്കാണ്. അവസാന യാമം പിറ്റേ ദിവസം പ്രഭാതത്തിൽ 6 മണിക്കാണ്. അങ്ങനെ 3 ദിനങ്ങൾ. വെള്ളിയാഴ്ച പ്രഭാതത്തിൽ ആദ്യ യാമത്തിൽ ആരംഭിച്ച് ഞായറാഴ്ച അവസാന യാമം വരെ അഥവാ തിങ്കളാഴ്ച പ്രഭാതത്തിൽ 6 മണി വരെ 72 മണിക്കൂർ, 24 യാമങ്ങൾ, 3 ദിനങ്ങൾ ആണ് വിശുദ്ധ വ്രതം. നമ്മളിൽ അതൊരു നിത്യവ്യവസ്ഥിതി പോലെ കടന്നു പോകുന്നതിന് പകരം നമ്മളിലേക്ക് 7-ാം തിരുവയസ്സിൽ മഹാശക്തി ഈ ലോകപ്രപഞ്ചത്തിലേക്ക് ഉത്ഭൂതമാക്കി കാണിച്ച ഈ മഹാദർശനം, ശുഭാനന്ദ ജ്ഞാനാമൃതത്തിൻ്റെ കവർ പേജ് അതാണ്. നമ്മൾ ദിനവും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതെടുക്കുന്നവർ. ഇതാണ് മഹാദർശന ദീപ്തി, 5 തത്വങ്ങൾ അടങ്ങിയത്. ഈ മഹാദർശനം നമ്മളിൽ അനുഭവമാക്കിയെടുക്കുവാൻ, ദർശനീയമാക്കിയെടുക്കുവാൻ വേണ്ടിയാണ് ആചാര ജീവിതവും 3 നാൾ വിശുദ്ധ വ്രതവും മറ്റ് ആചാര നിയമ നാമ വഴികളും നമ്മളിലേക്ക് ഭഗവാൻ ദാനം ചെയ്തിരിക്കുന്നത്. ഈ കാഴ്ചയിൽ എത്തുന്നതാണ് ഗുരുദർശനം അഥവാ ഈശ്വര ദർശനം. ഇതിൻ്റെ ഉദയമാണ് ആത്മബോധ ഉദയം. ആത്മബോധ ഉദയ സംഘാംഗങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ അത് അനുഭവത്തിലായി വരുന്നത് ഇതിൻ്റെ ഉദയത്തിലൂടെയാണ്. ഈ 5 വിജ്ഞാന രശ്മികൾ ഏകോപിച്ച് നമ്മളിലേക്ക് ഈ മഹാദിവ്യ ദർശനം ഉദിക്കുമ്പോഴാണ് ആത്മബോധോദയമാകുന്നത്. ഇതുതന്നെയാണ് ഗുരുദർശനം, ഇതുതന്നെയാണ് ആത്മദർശനം, ഇതുതന്നെയാണ് പരമാത്മദർശനം, ഇതുതന്നെയാണ് ഈശ്വര ദർശനം. ആ ദർശനം, മഹാദർശനം നമ്മളിൽ അനുഭവമാക്കാനാണ്. ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലൂടെ ഈ ലോകത്തിൽ ജീവിക്കുന്നവരിലേക്കും ഈ മഹാദർശനം അനുഭവമായി വരുവാൻ വേണ്ടിയാണ് 4 നാൾ ആചാരവും 3 നാൾ വിശുദ്ധ വ്രതവും നിത്യനിയമങ്ങളായി നമ്മളിലേക്ക് ഭഗവാൻ കൽപ്പിച്ചു തന്നിരിക്കുന്നു. അപ്പം അതിൻ്റെ ഗൗരവത്തോടു കൂടി ആചരിച്ച് പഞ്ചമഹാഭാവങ്ങളെ ഒഴിഞ്ഞ് 5 ശുദ്ധികളെ നമ്മളിൽ നിലനിർത്തി ആത്മാവിൻ്റെ 5 ഗുണങ്ങളെ പ്രകാശിപ്പിച്ച്, എന്തൊക്കെ? ക്ഷമിക്കുക, സഹിക്കുക, അനുസരിക്കുക, ഭയപ്പെടുക, കീഴ്പ്പെടുക എന്ന 5 ഗുണങ്ങൾ. ശരീരശുദ്ധി, കുടുംബശുദ്ധി, ശരീരശുദ്ധി, ചിന്താശുദ്ധി, ആന്തരിക ശുദ്ധി, ആത്മശുദ്ധി എന്ന 5 ശുദ്ധി വഴികൾ. മദ്യപാനം, വ്യഭിചാരം, പരദ്രോഹം, ഹിംസ, വിഗ്രഹാരാധന, 5 മഹാഭാവങ്ങൾ ഒഴിഞ്ഞുള്ള ജീവിതം. ഇതിലൂടെ നമ്മുടെ അകവും പുറവും പരിശുദ്ധമാക്കി നമ്മളിലേക്ക് സർവശക്തി അവതരിപ്പിച്ചു തന്നിരിക്കുന്ന സർവജ്ഞാനത്തെ കർമ്മ വഴിയായി നമ്മുടെ ആത്മാവിൻ്റെ രൂപമായി പ്രകാശിപ്പിച്ച് ജ്ഞാനമാകുന്ന കണ്ണ്, വ്യാജമില്ലാത്ത കാഴ്ച, അത് നമ്മളിൽ ഉദിപ്പിക്കുവാൻ. ആ കണ്ണ് തെളിഞ്ഞാൽ എന്താണ്? എല്ലാം ഒന്നായി കാണുവാനുള്ള കാഴ്ചയാണ് ഉണ്ടാകുന്നത്. ആത്മാവും പരമാത്മാവും ഒന്നാണെന്ന സത്യത്തിലേക്ക്, കാഴ്ചയിലേക്കാണ് എത്തുന്നത്. ആത്മാവ് അതിൻ്റെ പൂർണ്ണപ്രകാശത്തിൽ ആത്മാവിനെ കൊണ്ട് തന്നെ അനുഭവിക്കുന്ന അവസ്ഥയിലേക്കാണ് എത്തുന്നത്. അപ്പോഴാണ് അറിവുകൊണ്ട് ആത്മാവാകുന്നത്. അറിവുകൊണ്ട് ആത്മാവാകുന്നവരെങ്ങനെയായിരിക്കും? എന്താണ് അതിൻ്റെ തെളിവ്? അവരിലുള്ള പ്രത്യേകത എന്താണ്?
ആദ്യന്തം കണ്ടറിയുന്ന കാഴ്ചയാണവർ. സർവത്തിലും തന്നെ കാണുന്നു, പിന്നെ സർവത്തെയും തന്നിൽ കാണുന്നു. സർവത്തിലും തന്നെ കാണുന്നു, പിന്നെ സർവത്തെയും തന്നിൽ കാണുന്നു. സർവ്വതും ഒന്നാണെന്ന് സത്യമായി അവർ രൂപാന്തരപ്പെടുന്നു. അവർ വേറിട്ട് കാണുകയല്ല, ആ സത്യമായി രൂപാന്തരപ്പെടുകയാണ്. ദുഃഖം വരുമ്പോൾ ഗുരുവിനെ ആശ്രയിച്ചാൽ ഉടൻ ആശ്വാസം തരുവാൻ ഗുരു നിന്റെ ഹൃദയത്തിൽ വന്നല്ലയോ രക്ഷിക്കേണ്ടത്. ഹൃദയത്തെ ശുദ്ധമാക്കിയാൽ ശുദ്ധരൂപനാകും. ഹൃദയത്തെ അശുദ്ധമാക്കിയാൽ ശുദ്ധരൂപനായി ഞാൻ എങ്ങനെ അശുദ്ധിയിൽ വരും? അപ്പോൾ അതുകൊണ്ട് ഗുരുവിൻ്റെ നിയമങ്ങളെ, ആചാരങ്ങളെ, കൽപ്പനകളെ കൃത്യമായി പാലിച്ചുകൊണ്ട് ഹൃദയശുദ്ധി എപ്പോഴും നിലനിർത്തി ജീവിക്കുക എന്നതാണ് ഒരു ശിഷ്യൻ്റെ പ്രധാന ധർമ്മം. ഗുരുവും ശിഷ്യനുമായി നിരന്തര ബന്ധം, സത്യമെന്ന ബന്ധം ഗുരുവിലാണെന്നറിയുക. സത്യബന്ധം നോക്കി എത്തും ഗുരു എവിടെ. ആ ബന്ധം നിത്യവും നിലനിർത്തുവാൻ പ്രതിജ്ഞാബദ്ധരായി ജീവിക്കുന്നവരാണ് ഉത്തമരായ ശിഷ്യന്മാർ. ഗുരുമൂലമല്ലാതെ ഹൃദയമാർക്കും ഉണ്ടാവുകയില്ല. ഗുരുമൂലമല്ലാതെ ഹൃദയമാർക്കും ഉണ്ടാകുകയില്ല. ഹൃദയമുണ്ടെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. അത് ഗുരുവിൽ കൂടിയേ സാധിക്കൂ. ഗുരുവിൻ്റെ ഹൃദയത്തെ വെച്ചാണ് ശിഷ്യഹൃദയത്തെ രൂപീകരിക്കേണ്ടത്. ഹൃദയമുള്ളവന് മാത്രമേ ഹൃദയം സൃഷ്ടിപ്പാൻ കഴിയൂ. അതിനാൽ ഹൃദയത്തിന് ഗുരുവിനോട് പ്രാർത്ഥിക്കണം. സൂത്രജീവിതം എടുത്താൽ ശരീരം വിടുമ്പോൾ നിങ്ങൾ നശിച്ചു പോകും. ഹൃദയമെന്നാൽ എൻ്റെ അറിവാണ്, അതായത് വ്യാജമില്ലാത്ത കാഴ്ച. ഈ നില പ്രാപിച്ചില്ലെങ്കിൽ ഗുരുവില്ല, ഹൃദയവുമില്ല, രക്ഷയുമില്ല. പ്രസംഗം കേൾക്കും, വേഗം പ്രവർത്തിച്ച് രൂപീകരിച്ചു കൊള്ളുക, അല്ലെങ്കിൽ അത് നാശമാണ്. ഗുരു മൂലമല്ലാതെ ഹൃദയമാർക്കും ഉണ്ടാകില്ല. കാരണം ഹൃദയമെന്ന് പറയുന്നത് തന്നെയും എന്താണ്? ഗുരുജ്ഞാനത്താൽ രൂപീകൃതമാകുന്ന അറിവാണ് ഹൃദയം. ഗുരുജ്ഞാനം കൊണ്ടൊരു ശിഷ്യനിലേക്ക് രൂപീകൃതമാകുന്ന അറിവാണ്. ഈ ലോകത്തിൽ ആലോകകർമ്മങ്ങളെയും ഈ ലോകകർമ്മങ്ങളെയും സംയോജിപ്പിച്ച് ജീവിച്ച് ആലോകഭാഗ്യത്തെ അനുഭവിക്കുവാൻ തക്കമുള്ള സൽക്കർമ്മ മാർഗത്തെ അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുവാൻ ഒരു അറിവ് അവനിൽ ഉണ്ടാകണം. ഗുരു അറിയിക്കുന്ന അറിവിനെ സ്വീകരിക്കുവാൻ ഒരറിവ് അവനിലുണ്ടാകണം. അതിനുള്ളൊരു ശക്തി അവനിൽ ഉണ്ടാകണം. അതിനാണ് ജന്മാന്തരജ്ഞാനോപദേശ രൂപമായി ബ്രഹ്മജ്ഞാന രൂപത്തെ, ഗുരുവിൻ്റെ സൂക്ഷ്മരൂപത്തെ നമ്മളിലേക്ക് സ്ഥാപിച്ചു തന്നിരിക്കുന്നത് ഹൃദയമായി. അത് ഗുരുവിൻ്റെ ശക്തിയെയും ചൈതന്യത്തെയും ശുദ്ധിയെയും കലർത്തി ഗുരു ശബ്ദത്തിലൂടെയാണ് ഭക്തഹൃദയങ്ങളിലേക്ക് ആ ജ്ഞാനത്തെ സ്ഥാപിക്കുന്നത്. അല്ലേ? ജന്മാന്തര ജ്ഞാനോപദേശത്തെ ഭഗവാന്റെ തിരു അനുവാദത്തോടുകൂടി ഭഗവാൻ നിയോഗിക്കുന്ന സന്യാസ പരമ്പരകളിലൂടെ ഭഗവാന്റെ നിയോഗ ശക്തിയായി അവർ പ്രവർത്തിച്ചാണ് നമ്മളിലേക്ക് ഈ ജന്മാന്തര ജ്ഞാനത്തെ സ്ഥാപിച്ചു വരുന്നത്. അത് ഗുരുവിൻ്റെ നിയോഗമായതുകൊണ്ട് അവിടെ ഗുരുവിൻ്റെ ശക്തിയും ശുദ്ധിയുമാണ് ആ ജ്ഞാനത്തോടൊപ്പം നമ്മളിലേക്ക് പ്രവേശിക്കുന്നത്. അവിടെയാണ് ഹൃദയരൂപാന്തരം ഉണ്ടാകുന്നത്. പക്ഷേ അത് ഹൃദയമായി തന്നെ നമ്മൾ സ്ഥിരപ്പെട്ട് നിലനിൽക്കണമെങ്കിൽ ഗുരുവിൻ്റെ നിയമനാമ വഴികളെ കൃത്യമായി പാലിക്കണം, നിയമങ്ങൾ കൃത്യമായി പാലിക്കണം. അപ്പോഴാണ് ആ അറിവ് ഹൃദയമായി നമ്മളിൽ സുസ്ഥിരപ്പെടുവാനുള്ള മാർഗമുണ്ടാകും. ഗുരുമൂലമല്ലാതെ ഹൃദയമാർക്കും ഉണ്ടാകുകയില്ല. ഗുരുജ്ഞാനത്തെ കൊണ്ടാണ് ഗുരുനാഥൻ ശിഷ്യനിൽ ഹൃദയത്തെ രൂപീകരിക്കുന്നത്. അതുകൊണ്ട് ഗുരുമൂലമല്ലാതെ, ഗുരുജ്ഞാനം കൊണ്ടല്ലാതെ ഹൃദയമുണ്ടാകുവാൻ യാതൊരു മാർഗവുമില്ല. ഹൃദയമുണ്ടെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. എന്താണ്? നമ്മുടെ രക്ഷാവഴിക്കുള്ള അറിവുകളെ സദ്ഗുരുനാഥൻ ഉപദേശിക്കുമ്പോൾ അതിനെ സ്വീകരിക്കുവാനും നമ്മളിൽ ഭവ്യമാക്കി നിലനിർത്തുവാനും ആവശ്യാനുസരണം ആദാതിൻ്റെ സന്ദർഭങ്ങളിൽ ആ അറിവിനൊത്ത് ചിന്തിക്കുവാനും ആ അറിവിനൊത്ത് പ്രവർത്തിക്കുവാനും ആ അറിവിനൊത്തിന് കർമ്മിക്കുവാനും നമുക്ക് കഴിയണമെങ്കിൽ ഗുരുജ്ഞാനം കൊണ്ട് രൂപീകൃതമായ ഹൃദയം നമ്മളിൽ നിലനിൽക്കണം. ആ ഹൃദയം കൊണ്ട് ഗുരു അറിയിക്കുന്ന നിരന്തരമായ ജ്ഞാനങ്ങളെ നമ്മളിൽ സ്വീകരിച്ച് നിലനിർത്തണം. അങ്ങനെ ഗുരുജ്ഞാനങ്ങളെ നമ്മളിൽ സ്വീകരിച്ച് നിർത്തി അത് പ്രവൃത്തിയിലൂടെ നമ്മളിലേക്ക് പ്രകാശിപ്പിക്കുമ്പോൾ മാത്രമേ എന്താണ് നമ്മുടെ രക്ഷയ്ക്കുള്ള വഴി, ആത്മരക്ഷയ്ക്കുള്ള വഴി തെളിയുകയുള്ളൂ. ഗുരുമൂലമല്ലാതെ ഹൃദയമാർക്കും ഉണ്ടാകുകയില്ല. ഹൃദയമുണ്ടെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. അത് ഗുരുവിൽ കൂടിയേ സാധിക്കൂ. ഗുരുവിൻ്റെ ഹൃദയത്തെ വെച്ചാണ് ശിഷ്യഹൃദയത്തെ രൂപീകരിക്കേണ്ടത്. ഗുരുവിൻ്റെ ഹൃദയത്തെ വെച്ചാണ് ശിഷ്യഹൃദയത്തെ രൂപീകരിക്കേണ്ടത്. ഗുരുവിൻ്റെ സൂക്ഷ്മജ്ഞാനരൂപം, സമ്പൂർണ്ണ ജ്ഞാനരൂപം, സർവജ്ഞാനരൂപം, തൻ്റെ തിരുഹൃദയ രൂപം, ആ രൂപത്തെ കൊണ്ടാണ്, ആ അതിലടങ്ങിയിരിക്കുന്ന ശുദ്ധിയെ കൊണ്ടാണ്, ശക്തിയെ കൊണ്ടാണ്, ചൈതന്യത്തെ കൊണ്ടാണ് നമ്മളിലേക്ക് ഹൃദയം രൂപീകരിക്കപ്പെടേണ്ടത്. കാരണം അല്ലാതെ
ഈ നരലോകത്തിൽ ജീവിച്ച് നരകലോകത്തിൽ ജീവിച്ച് അന്ധകാരപ്പെട്ട അധർമ്മത്തിൽ ജീവിക്കുന്ന നമ്മളിലേക്ക് ദൈവ തത്വം കടന്നു വരുവാനുള്ള ശക്തിയില്ല, ശുദ്ധിയില്ല, ചൈതന്യമില്ല. നമ്മളെ ഈ നരകലോകത്തിൽ നിന്നും ഈ അന്ധകാരത്തിൽ നിന്നും പാപകർമ്മങ്ങളിൽ നിന്നും ഭഗവാൻ നമ്മളെ ഒരു നാളിൽ തേടിപ്പിടിച്ച് ഈ പാദങ്ങളിൽ കൊണ്ടുവന്നതാണ്. അല്ലാതെ ഈ ബ്രഹ്മജ്ഞാനം ലഭിക്കാൻ തപം ചെയ്ത് പൂർത്തീകരിച്ചാണോ നമ്മൾ വന്നത്? പിന്നെ ഏത് നിലയിലാണ്, എന്ത് വില കൊടുത്താണ് ഈ ബ്രഹ്മജ്ഞാനത്തെ ദൈവം നമ്മളിലേക്ക് സ്ഥാപിച്ചത്? അത് സ്വന്തം തപശക്തിയെ അതിന് വിലയായി കൊടുത്തു, സ്വന്തം ത്യാഗകർമ്മത്തെ അതിന് വിലയായി കൊടുത്തു, സ്വന്തം പരിശുദ്ധിയെ അതിന് വിലയായി കൊടുത്തു. ഓരോ ശിഷ്യനിലും തൻ്റെ തിരുഹൃദയത്തെ കൊണ്ട് അപ്രകാരം തൻ്റെ പരിശുദ്ധിയെ കൊണ്ട്, തൻ്റെ തപശക്തിയെ കൊണ്ട്, തൻ്റെ ചൈതന്യത്തെ കൊണ്ട് ഓരോ ഹൃദയത്തിലേക്കും ഓരോ മർത്യജന്മങ്ങളിലേക്കും തൻ്റെ തിരുഹൃദയ സ്വർഗമാകുന്ന സർവജ്ഞാന രൂപത്തെ സ്ഥാപിച്ചു. ഹൃദയമുള്ളവന് മാത്രമേ ഹൃദയം സൃഷ്ടിപ്പാൻ കഴിയൂ. അതിനാൽ ഹൃദയത്തിന് ഗുരുവിനോട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഗുരുജ്ഞാനം കൊണ്ടല്ലാതെ ശിഷ്യന് ഹൃദയം രൂപീകരിക്കപ്പെടുവാൻ വേറെ മാർഗമില്ലാത്തതുകൊണ്ട് ഹൃദയ രൂപീകരണത്തിനായി ഗുരുജ്ഞാനം എൻ്റെ ഹൃദയമായി എന്നും നിലനിൽക്കുവാൻ, ആ അറിവിലൂടെ എന്നെ നയിക്കപ്പെടുവാൻ, സൽക്കർമ്മ മാർഗത്തിലൂടെ അപ്രകാരം ഗുരുവിൽ എത്തിച്ചേരുവാൻ തക്കവിധം എന്നിൽ ഹൃദയ രൂപീകരണം ഉണ്ടാകുവാൻ എപ്പോഴും ഗുരുവിനോട് പ്രാർത്ഥിക്കണം. സൂത്രജീവിതം എടുത്താൽ കാര്യം കാണാനുള്ള ജീവിതമാണ്, ഭക്തിയാണ്, ആശ്രയമാണ് കയ്യിലുള്ളതെങ്കിൽ ശരീരം വിടുമ്പോൾ നിങ്ങൾ നശിച്ചു പോകും. ഗുരുവിനെ പ്രത്യക്ഷത്തിൽ തിരുശരീരത്തിൽ കാണുന്നു, നമുക്ക് സർവരക്ഷയും ഭഗവാൻ എല്ലാം ക്ഷമിച്ച് ദാനം ചെയ്യുന്നു. പക്ഷേ നമ്മളെല്ലാം ശരീരം വിട്ടുപോകും. അപ്പോൾ നമ്മൾ ആത്മാവായി നിൽക്കും. ആത്മാവിൻ്റെ രക്ഷ എങ്ങനെയാണ്? ഗുരുനാഥൻ അറിയിക്കുന്ന ഈ ആത്മജ്ഞാനം എപ്രകാരം നമ്മുടെ ആത്മാവിൽ അനുഭവമായി നിൽക്കുന്നു, അതിനനുസൃതമായിട്ടാണ് ആത്മാവിൻ്റെ രക്ഷ ഉണ്ടാകുന്നത്. അതിനായി ഹൃദയമുണ്ടാകുവാൻ പ്രാർത്ഥിച്ച് ഹൃദയം രൂപീകരിച്ച് ആ ഹൃദയത്തിൽ കൂടി ഹൃദയനാഥനെ ആരാധിച്ച് ആശ്വസിച്ച് ആനന്ദത്തിൽ എത്തിയില്ലെങ്കിൽ ശരീരം വിടുമ്പോൾ നശിച്ചു പോകും. ഹൃദയമെന്നാൽ എൻ്റെ അറിവാണ്, ഹൃദയമെന്നാൽ ഗുരുവിൻ്റെ ജ്ഞാനമാണ്. അതായത് വ്യാജമില്ലാത്ത കാഴ്ച, എല്ലാം കണ്ടറിയുന്ന കാഴ്ച. വ്യാജമില്ലാത്ത കാഴ്ച എന്ന് പറയുമ്പോൾ എന്താണ്? അത് സത്യമാണ്, അത് സത്യമാണ്. സത്യമാണ് വ്യാജമില്ലാത്ത വസ്തു, കളങ്കമില്ലാത്ത വസ്തു. ഗുരുജ്ഞാനം എന്നത് സത്യമാണ്, അഥവാ വ്യാജമില്ലാത്ത കാഴ്ചയാണ്. ഈ നില പ്രാപിച്ചില്ലെങ്കിൽ ഗുരുവില്ല. ഗുരുജ്ഞാനത്തെ കൊണ്ട് ഹൃദയം രൂപീകരിച്ച് ഹൃദയനാഥനാകുന്ന പരമഗുരുവിനെ ഹൃദയത്തിൽ വെച്ച് ആരാധിച്ച് പൂജിച്ച് ഗുരുരൂപത്തെ പ്രാപിച്ചില്ലെങ്കിൽ ഗുരുവുമില്ല, ഹൃദയവുമില്ല, രക്ഷയുമില്ല. പ്രസംഗം കേൾക്കും, വേഗം പ്രവർത്തിച്ച് രൂപീകരിച്ചു കൊള്ളുക, അല്ലെങ്കിൽ നാശമാണ്. അറിവ് കൊണ്ട് ആത്മാവാകണം, അറിവ് കൊണ്ട് ആത്മാവാകണം, പ്രവർത്തിച്ച് അധികാരിയാകണം, അനുഭവത്തിന് അവകാശിയാകണം. അപ്പോൾ അറിവിലും കർമ്മത്തിലും അനുഭവത്തിലും ശുഭമെന്ന് കാണാം. അതിൽ നിന്ന് തന്നെ ആനന്ദം, അതുതന്നെ ശുഭാനന്ദം. അങ്ങനെ ത്രിഗുണങ്ങൾ ഏകോപിച്ചാൽ ശുഭാനന്ദ രൂപം കാണാം. ത്രിഗുണങ്ങൾ ഏകോപിച്ചാൽ ശുഭാനന്ദ രൂപമാകും. ത്രിഗുണങ്ങൾ ത്രിമൂർത്തികളായവരിൽ അധിവസിച്ചാനന്ദിക്കും. ത്രിമൂർത്തികൾ അപ്പം ഗുരുവിനെ അറിയണമെങ്കിൽ ഗുരു അറിയിക്കുന്ന അറിവല്ലാതെ യാതൊരു വഴിയുമില്ല. ആ ഗുരു അറിയിക്കുന്ന അറിവിനെ സ്വീകരിച്ച് ഗുരുവിൻ്റെ ഹൃദയത്തെ കൊണ്ട് ഒരു ശിഷ്യ ഹൃദയമായി രൂപാന്തരപ്പെട്ട് ആ ഹൃദയത്തിലേക്ക് ഗുരുവിനെ എഴുന്നള്ളുക എൻ്റെ അകത്തളിരിൽ അഖിലേശ്വര എന്നെ അനുഗ്രഹിപ്പാനെഴുള്ളുക എൻ്റെ അകത്തളിരിൽ. ഇങ്ങനെ ഗുരുജ്ഞാനത്തെ കൊണ്ട് രൂപീകൃതമാകുന്ന ഹൃദയമാണ് ഈ അകതളിർ. അവിടേക്കാണ് എഴുന്നള്ളാൻ പറയുന്നത്. നമ്മൾ മിക്കവാറും പാടുന്നത് അതൊക്കെ ഒരുക്കി വെച്ചിട്ടാണോ? ഈ അകതളിർ ഒരുക്കി വെച്ചിട്ടാണോ? ഈ ഹൃദയത്തെ ഒരുക്കി വെച്ചിട്ടാണോ? പക്ഷെ ഹൃദയത്തെ ഒരുക്കി വെച്ച് ഗുരുവിനെ എഴുന്നള്ളിക്കണം. അങ്ങനെ ഗുരുവിൻ്റെ അധിവാസം ആത്മാവിൽ നിലനിർത്തി ഗുരുകർമ്മങ്ങളെ അനുഷ്ഠിക്കണം. അതിനനുസരിച്ച് ചിന്തിക്കണം, അതിനനുസരിച്ച് പ്രവർത്തിക്കണം, അതിനനുസരിച്ച് പറയണം. അപ്പോൾ ത്രിഗുണങ്ങൾ ഏകോപിക്കും. എവിടെ? ഗുരുവിൻ്റെ ജ്ഞാനം കൊണ്ട്. ആ ജ്ഞാനമായി തന്നെ നീ മാറും.
നിന്റെ രൂപം ജ്ഞാനമാകും. അതുകൊണ്ടാണ് ചിന്തിക്കുന്നത് ജ്ഞാനമായി വരുന്നത്, പറയുന്നത് ജ്ഞാനമായി വരുന്നത്, പ്രവർത്തിക്കുന്നത് ജ്ഞാനമായി വരുന്നത്. അപ്പോൾ നിന്റെ രൂപം ഗുരുജ്ഞാനമായി മാറുന്നത് കൊണ്ടാണ്. അപ്പോൾ ഒരു രൂപമാണ്. ഗുരുവിൻ്റെ രൂപവും നിന്റെ രൂപവും ഒന്നാണ്. അത് ഏകരൂപം പ്രാപിക്കുകയാണ്. അങ്ങനെ ത്രിഗുണങ്ങൾ അതിൽ ഏകോപിച്ചാൽ ശുഭാനന്ദ രൂപം കാണും. കാരണം ഗുരുവും നീയും ഒന്നായി ഏകജ്ഞാനരൂപമായി മാറിയിരിക്കുന്നു. അവിടെ ശുഭാനന്ദ രൂപം കാണും. ത്രിമൂർത്തികൾ അവരിൽ അധിവസിക്കും. ഗുരുവിൻ്റെ പ്രത്യക്ഷ കാഴ്ചയുള്ളിടത്ത് ത്രിമൂർത്തികളുണ്ട്, കോടാകോടി ദൂതന്മാരുണ്ട്, ദേവീദേവന്മാരുണ്ട്, സർവ്വസ്വർഗരൂപികളുമുണ്ട്. അവരെ അധിവാസം ചെയ്യും. സർവശക്തികളും നിനക്ക് അധീനമായി പോകും എന്ന് ഭഗവാൻ കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ സർവശക്തനാകുന്ന പരമഗുരുവിൻ്റെ പുണ്യകാരുണ്യത്തിലൂടെ ഇപ്രകാരം സാക്ഷാൽ ഗുരുവിനെ ഗുരുവായി ലഭിക്കുവാനും സൃഷ്ടാവായ സൽഗുരുനാഥനെ നമുക്ക് സൽഗുരുവായി ലഭിക്കുവാനും ഗുരുവിൻ്റെ ആദർശത്തിൽ ബന്ധിച്ച് ജീവിക്കുവാനും ഈ പ്രകാരം ഗുരു അവതാരമായ പുണ്യപൂരത്തെ ആഘോഷിക്കുവാനും ഈ 7 ലോകങ്ങളിൽ ഇതിൽ പരം പുണ്യമുള്ള ഒരു ദിനമില്ല എന്ന് ഭഗവാൻ കൽപ്പിച്ചിരിക്കുന്നു. എന്താണ് കാരണം? ഇഹപര ലോകം എന്ന് പറഞ്ഞാലും 14 ലോകമെന്ന് പറഞ്ഞാലും സർവ്വലോകങ്ങളെന്ന് പറഞ്ഞാലും എല്ലാം അപൂർണമാണ്. 14 ലോകങ്ങളും അപൂർണമാണ്. ആ അപൂർണ സൃഷ്ടിയിലേക്ക് പൂർണ്ണസ്വരൂപൻ താനിറങ്ങി വരുവാൻ സ്വീകരിച്ച പുണ്യദിനം പൂരം നക്ഷത്രദിനം. പുണ്യദിനം നമുക്ക് പൂരം നക്ഷത്രദിനം. പുണ്യദിനം പൂരം പൂരം പോലെ ഒരു പുണ്യദിനം. പൂരം പോലെ ഉയരേഴു ലോകത്തില്ല സത്യം. പൂരമെന്നാൽ പൂർണ്ണമെന്നാണ് അർത്ഥം, പൂർണ്ണജ്ഞാനമെന്നാണ് അർത്ഥം. 14 ലോകങ്ങളും പൂർണ്ണമല്ല. ഈ പ്രപഞ്ച സൃഷ്ടികളിൽ പൂർണ്ണമായതൊന്നുമില്ല. ആ അപൂർണ സൃഷ്ടിലോകത്തിലേക്ക് അപൂർണമായ സൃഷ്ടികളെ പൂർണ്ണമാക്കുവാൻ പൂർണ്ണസ്വരൂപൻ താണിറങ്ങി വന്ന മഹാകാരുണ്യം, അതിനായി സ്വീകരിച്ച പുണ്യദിനം, അതാണ് പൂരം. പൂരം ഘോഷിക്കുവാൻ ഭാഗ്യം തന്ന മഹാശക്തിയെ നന്ദിയോടെ സ്തുതിച്ചുകൊണ്ട് ഈ മഹനീയമായ ജ്ഞാനാമൃത പാരായണ കർമ്മവും നമുക്കായി അനുവദിച്ചു തന്ന മഹാശക്തിയെ നന്ദിയോടെ സ്തുതിച്ചുകൊണ്ട് എന്തെങ്കിലും കുറവുകൾ പോരായ്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ മഹാശക്തി ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുടലിൽ ദീർഘകാലം സുഖത്തോടെ ആരോഗ്യത്തോടെ വാഴണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 143ാമത് പുണ്യപൂരത്തിൻ്റെ കർമ്മങ്ങളും ആ സർവശക്തി മംഗളരൂപൻ എഴുന്നള്ളി നിന്ന് മംഗളമാക്കി നടത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുവിൻ്റെ അധിവാസം അകതാരിൽ കണ്ടുകൊണ്ട് അനുദിനം ഗുരുകർമ്മങ്ങൾ ചെയ്ത് ഗുരുരൂപത്തിൽ ചേരുവാനുള്ള പരമഭാഗ്യം ഓരോ ഹൃദയങ്ങളിലേക്കും മഹാശക്തി ദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഹാഗോപുരത്തിൻ്റെ സമ്പൂർണ്ണതയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് പുണ്യമാതാവിൻ്റെ ആയുസ്സാരോഗ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇളയ വാക്കുകൾ ഗുരുവാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും വിനീതമായ നമസ്കാരം. ഇതെടുത്തു